നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണെങ്കിൽ ഒരു സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബ്ലാക്ക് ബോർഡിലേക്ക് 9ന്റെ ഗുണനപ്പട്ടികൾ അങ്ങോട്ട് ഓരോന്നായിട്ട് എഴുതാൻ തുടങ്ങി. എങ്ങനെ? 9, 9, 2, 9, 18, 3, 27 അങ്ങനെ എഴുതി അവസാനം 9 90 എന്ന് പകരം 91 എന്നാണ് ഈ പുള്ളിക്കാരൻ എഴുതിയത്. ഇങ്ങനെ 91 എന്ന് എഴുതിയത് ക്ലാസ് റൂമിലെ കുട്ടികൾ ഒന്നടങ്കം ആൽബർട്ട് ഐൻസ്റ്റീനെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. കാരണം ഒരു വലിയ തെറ്റാണ് ഐൻസ്റ്റീനെ പോലെ ഒരാൾ, അല്ലെങ്കിൽ ഒരു വലുതായ മുതിർന്ന ഒരാള് ഇത്ര സിമ്പിൾ ആയ ഒരു ഗുണനപ്പട്ടിക പോലും തെറ്റിച്ചുവല്ലോ. ഇയാളാണോ ജീനിയസ്? ഇദ്ദേഹത്തെ കുറിച്ചാണ് ലോകമെമ്പാടും എല്ലാവരും സംസാരിക്കുന്നത്. എന്ത് നാണക്കേടായത്! ഇത്രത്തോളം കളിയാക്കലുകളൊക്കെ കേട്ടിട്ടും നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റൈന് ഒരു കുലുക്കുമില്ല. പാറ്റൻ ടാഗ് വടക്ക് നിശബ്ദനായിട്ട് നിൽക്കുക. അതിന് കാരണമുണ്ട്. പുള്ളിക്കാരൻ മനഃപൂർവ്വമാണ് തെറ്റിച്ചത്, ഈ കുട്ടികൾക്കൊരു പാഠം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് ഈ ഐൻസ്റ്റൈൻ കുട്ടികളെടുത്ത് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഈ ഗുണനപ്പട്ടികയുടെ 9 എണ്ണവും കറക്റ്റായിട്ട് ആ ബോർഡിൽ എഴുതിയപ്പോഴും നിങ്ങൾ ആരും എന്നെ അഭിനന്ദിച്ചില്ല. മാത്രമല്ല അതിൽ ഒരെണ്ണം തെറ്റിച്ചപ്പോഴേക്കും എല്ലാവരും കൂട്ടം കൂടി എന്നെ കളിയാക്കിയല്ലേ. ഇങ്ങനെ തന്നെയാണ് മക്കളെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ എത്രത്തോളം വിജയങ്ങൾ നേടിയാലും നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല, നമ്മൾ അഭിനന്ദിക്കാറില്ല. ചെറിയൊരു കുശുമ്പും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അയാൾ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ ചെന്ന് പെട്ടാൽ, ഒരു ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും, അത് നമ്മൾ ചൂണ്ടിക്കാട്ടി അയാളെ അടിച്ചമർത്തി സമൂഹത്തിൽ നാറ്റിക്കാൻ ശ്രമിക്കും. പക്ഷേ ഈ കളിയാക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരൊക്കെ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ആരാണ് മിസ്റ്റേക്ക് വരുത്തുന്നത്? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് മിസ്റ്റേക്ക് വരുത്തുന്നത്. ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് മിസ്റ്റേക്ക് വരില്ലല്ലോ. വെറുതെ മലന്ന് കിടന്ന് മൊബൈലിൽ നോക്കി കമന്റ് ഇട്ടോണ്ടിരിക്കാൻ എന്നൊക്കെ പറ്റൂ. സോ ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചോളുക. തെറ്റുകൾ വരും. തെറ്റുകൾ വരുത്തുന്നത് ട്രൈ ചെയ്യുന്നവരാണ്. ഒരുപാട് ട്രൈ ചെയ്യണം. 100 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ 99 പ്രാവശ്യം തെറ്റുമായിരിക്കും. പക്ഷെ ഒരു പ്രാവശ്യം നമ്മൾ ജയിച്ചാണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ഒരു വിജയമായിരിക്കും അത്. സോ ഇനിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. തെറ്റിയാലും മിസ്റ്റേക്ക് പറ്റിയാലും പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു നാൾ നിങ്ങൾ വിജയത്തിലേക്ക് എത്തപ്പെടും. ഒന്നും ചെയ്യാത്തവർമാർ മിസ്റ്റേക്കുകൾ വരുത്തില്ല. അവന്മാർ വെറുതെ കുത്തിയിരിക്കും. അവരിങ്ങനെ ചിലച്ചോണ്ടിരിക്കും പട്ടിയെ പോലെ. എങ്ങും എത്തത്തില്ല. അവർ ജീവിതകാലം മുഴുവൻ ചിലച്ചൊടുങ്ങും.